നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ കെയർ വർക്കർമാർ വിസ നിയമ മാറ്റത്തിനെതിരെ പാർലമെന്റിലേക്ക്. ബ്രിട്ടനിലെ വിസ നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങൾക്കെതിരെ ലണ്ടനിൽ കെയർ വർക്കർമാരുടെ വൻ പ്രതിഷേധം. നൂറുകണക്കിന് വിദേശ കെയർ ജീവനക്കാരാണ് യൂണിസൺ യൂണിയന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിൽ എംപിമാരെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചത്. നിലവിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള 5 വർഷത്തെ കാലാവധി 15 വർഷമായി ഉയർത്താനുള്ള സർക്കാർ നീക്കമാണ് പ്രധാനമായും പ്രതിഷേധത്തിന് കാരണം. ഇത് വിദേശ തൊഴിലാളികളോടുള്ള ചതിയാണെന്നും തങ്ങളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാക്കുമെന്നും അവർ വ്യക്തമാക്കി. തൊഴിലുടമകൾ വിസ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും നടപടി വേണമെന്ന് ആവശ്യമുയർന്നു. വിസ ഒരു തൊഴിലുടമയിൽ ഒതുങ്ങുന്നതിനാൽ പലരും ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഇതിനു പകരം സെക്ടർ വൈഡ് വിസ അനുവദിക്കണമെന്നും ഇത് തൊഴിലാളികൾക്ക് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്നും യൂണിസൺ ആവശ്യപ്പെട്ടു. മോശം താമസ സൗകര്യങ്ങൾ, അമിതമായ തൊഴിൽ സമയം, ശമ്പളമില്ലാത്ത കാത്തിരിപ്പ് തുടങ്ങിയ ദുരിതങ്ങൾ പല കെയർ വർക്കർമാരും എംപിമാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ കെയർ മേഖലയെ തകർക്കുമെന്നും ഈ ജീവനക്കാരുടെ ശബ്ദം കേൾക്കാൻ എംപിമാർ തയ്യാറാകണമെന്നും യൂണിസൺ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റിന മക്കാനിയ ആവശ്യപ്പെട്ടു. ഇന്തിഫാദ മുദ്രാവാക്യം വിളിച്ചാൽ അറസ്റ്റ്. UK-യിൽ പോലീസ് നടപടി ശക്തമാക്കുന്നു. പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ, ഗ്ലോബലൈസ്ഡ് ഇന്തിഫാദ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി UK പോലീസ്. ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസും ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസും സംയുക്തമായാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. സുരക്ഷാ ഭീഷണി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം. മുമ്പ് ഇത്തരം മുദ്രാവാക്യങ്ങൾ നിയമ നടപടിക്ക് പര്യാപ്തമായിരുന്നില്ലെങ്കിലും സമീപകാല അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ഇത്തരം പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് മേധാവികൾ അറിയിച്ചു. സിഡ്നിയിലെയും മാഞ്ചസ്റ്ററിലെയും അക്രമങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഈ കടുത്ത തീരുമാനമെടുത്തത്. മുദ്രാവാക്യങ്ങൾക്ക് സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാൻ കഴിയും. സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്നതിനാൽ കർശനമായ സമീപനം സ്വീകരിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരുന്നുവെന്ന് പോലീസ് മേധാവികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഈ നടപടി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ അടിച്ചമർത്തുന്നതാണെന്ന് പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ ആരോപിച്ചു. ഇന്തിഫാദ എന്നത് പ്രതിരോധത്തെ അർത്ഥമാക്കുന്നെന്നും അത് അക്രമത്തിനുള്ള ആഹ്വാനമല്ലെന്നും അവർ വാദിച്ചു. അതേസമയം ജൂത സമൂഹത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി പോലീസിന്റെ നടപടിയെ കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റ് സ്വാഗതം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. UK വീണ്ടും ഇറാസ്മസിൽ ചേരും. ബ്രെക്സിറ്റിന് പിന്നാലെ യൂറോപ്യൻ യൂണിയന്റെ പ്രശസ്തമായ ഇറാസ്മസ് വിദ്യാർത്ഥി എക്സ്ചേഞ്ച് പദ്ധതിക്ക് UK 2027 മുതൽ വീണ്ടും ചേരും എന്ന സന്തോഷ വാർത്ത സർക്കാർ പ്രസിദ്ധപ്പെടുത്തി. 2027 മുതൽ ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിലെ വിവിധ സർവകലാശാലകളിൽ അധിക ഫീസ് നൽകാതെ പഠിക്കാനുള്ള അവസരം പുനരാരംഭിക്കും. ലേബർ സർക്കാർ £570 മില്യൺ മുടക്കിയാണ് ഈ വിപുലീകൃത പദ്ധതിയിൽ വീണ്ടും പങ്കുചേരുന്നത്. മുൻപ് ബോറിസ് ജോൺസൺ സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ തീരുമാനം തിരുത്തിക്കൊണ്ടുള്ള നീക്കമാണിത്. പുതിയ കരാർ പ്രകാരം ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്ക് യൂറോപ്പിൽ 1 വർഷം പഠിക്കാനും യൂറോപ്യൻ വിദ്യാർത്ഥികൾക്ക് UK-യിൽ വന്നു പഠിക്കാനും സാധിക്കും. ഇത് അടുത്ത തലമുറയുടെ നൈപുണ്യ വികസനത്തിനും അക്കാദമിക് വളർച്ചയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി നിക് തോമസ് സൈമൺ പറഞ്ഞു. ഏകദേശം 1 ലക്ഷത്തിലധികം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും പഠനത്തോടൊപ്പം ജീവിത ചെലവിനുള്ള ഗ്രാന്റുകളും ലഭ്യമാക്കുമെന്നും സർക്കാർ കണക്കാക്കുന്നു. എന്നാൽ പ്രതിപക്ഷം ഈ നീക്കത്തെ ബ്രെക്സിറ്റിനോടുള്ള വഞ്ചനയായി ചിത്രീകരിക്കുന്നു. ഇത് UK-യിൽ വീണ്ടും യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശ്രമമാണെന്നും നികുതിദായകരുടെ പണം ധൂർത്തടിക്കുകയാണെന്നും ഷാഡോ ഫോറിൻ സെക്രട്ടറി പ്രീതി പട്ടേൽ കുറ്റപ്പെടുത്തി. നിലവിലെ ട്യൂറിംഗ് സ്കീമിന് മതിയായ ഫണ്ട് ലഭിക്കുന്നില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതികൾക്കിടെയാണ് ഇറാസ്മസിന്റെ തിരിച്ചുവരവ്. നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ചാരിറ്റി തുണികൾ മോഷ്ടിച്ച് വിദേശത്ത് വിൽക്കൽ. UK-യിൽ വൻ സംഘം പിടിയിൽ. ചാരിറ്റി സ്ഥാപനങ്ങളുടെ പെട്ടികളിൽ നിന്ന് ടൺ കണക്കിന് വസ്ത്രങ്ങൾ മോഷ്ടിച്ച് വിദേശത്ത് വിൽക്കുന്ന വൻ സംഘത്തെ എസെക്സ് പോലീസ് പിടികൂടി. ലിത്വാനിയൻ ഈവന്റുമായി ബന്ധമുള്ള സംഘത്തിലെ 5 പേരെയാണ് എസെക്സ് പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ മിന്നൽ റെയ്ഡുകൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്തത്. തുണികൾ മോഷ്ടിച്ച ശേഷം വിദേശത്തേക്ക് കയറ്റി അയച്ച് പണമാക്കുകയും ഈ പണം മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കള്ളപ്പണം വെളുപ്പിക്കാനും ഉപയോഗിക്കുകയായിരുന്നു ഇവരുടെ രീതി. യൂറോപ്പിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയുടെ ഭാഗമാണ് ഈ സംഘമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ റെയ്ഡുകളിൽ ഏകദേശം 20,000 പൗണ്ടിലധികം പണവും നിരവധി മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. 30-നും 46-നും ഇടയിൽ പ്രായമുള്ള പ്രതികൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനായി നൽകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ക്രിമിനലുകൾ ലാഭമുണ്ടാക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് ഡിറ്റക്റ്റീവ് സർജന്റ് മൈക്ക് മോങ്ടൺ അറിയിച്ചു. ലണ്ടനിലെ 6 പ്രദേശങ്ങൾക്ക് കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ ലേബർ സർക്കാരിന്റെ അനുമതി.
ലണ്ടൻ ഉൾപ്പെടെയുള്ള 6 തെക്കൻ ഇംഗ്ലീഷ് പ്രദേശങ്ങൾക്ക് കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ ലേബർ സർക്കാർ അനുമതി നൽകി. ഈ പ്രദേശങ്ങളുടെ സർക്കാർ ഫണ്ടിൽ കുറവുണ്ടായതിനെ തുടർന്നാണ് ഈ തീരുമാനം. കെൻസിംഗ്ടൺ ആൻഡ് ചെൽസി, വെസ്റ്റ്മിൻസ്റ്റർ, വാൻസ്വർത്ത്, ഹാമർസ്മിത്ത് ആൻഡ് ഫുൾഹാം, സിറ്റി ഓഫ് ലണ്ടൻ, വിൻസർ ആൻഡ് മെയ്ഡൻഹെഡ് എന്നിവിടങ്ങളിൽ കൗൺസിലുകൾക്ക് അടുത്ത 2 വർഷത്തേക്ക് 5% കൂടുതൽ കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ വോട്ടർമാരുടെ അനുമതിയില്ലാതെ കഴിയും. കൂടുതൽ ഫണ്ട് ദുർബല പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി അടുത്ത വർഷം മുതൽ ഈ പ്രദേശങ്ങൾക്ക് ലഭിക്കുന്ന സർക്കാർ ധനസഹായത്തിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധനകാര്യ മാതൃക കൂടുതൽ ന്യായമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ നീക്കം കുറഞ്ഞ നികുതിയുള്ള കൗൺസിലുകളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് കൺസർവേറ്റീവുകൾ ആരോപിച്ചു. 2026 മുതൽ നടപ്പാക്കുന്ന പുതിയ സംവിധാനം കൂടുതൽ ദുർബലരായ ജനങ്ങളുള്ളതും കുറഞ്ഞ കൗൺസിൽ ടാക്സ് വിഭാഗത്തിൽ കൂടുതൽ വീടുകളുള്ളതുമായ ഇംഗ്ലണ്ടിലെ കൗൺസിലുകളിലേക്ക് കൂടുതൽ സർക്കാർ ഫണ്ട് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ കൗൺസിലുകൾക്ക് ഫണ്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടാകുമെന്നും ഇത് സേവനങ്ങളെ ബാധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്മസ് യാത്രാ ദുരിതം. റെക്കോർഡ് യാത്രികരെ നേരിടാനൊരുങ്ങി ബ്രിട്ടൻ. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബ്രിട്ടൻ റെക്കോർഡ്സ് യാത്രാത്തിരക്ക് നേരിടാനൊരുങ്ങുന്നു. ഈ ഉത്സവകാലത്ത് 37.5 ദശലക്ഷം കാർ യാത്രകൾ പ്രതീക്ഷിക്കുന്നതായി വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസംബർ 25 മുമ്പുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച, ഏകദേശം 24.4 ദശലക്ഷം കാറുകൾ നിരത്തിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം റെയിൽവേയിലും വലിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുള്ള സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 3 മുതൽ രാത്രി 8 വരെയും വാരാന്ത്യങ്ങളിലും അടുത്ത ആഴ്ചയിലും ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7 വരെയും ആയിരിക്കും. M25, M4, M6, M1, M60 തുടങ്ങിയ പ്രധാന ഹൈവേകളിൽ കനത്ത ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കുന്നു. ഡിസംബർ 24 ആയിരിക്കും യാത്രകൾക്ക് ഏറ്റവും തിരക്കേറിയ ദിവസം. അന്ന് 4.2 ദശലക്ഷം യാത്രകൾ പ്രതീക്ഷിക്കുന്നു. യാത്രാ ദുരിതം ഒഴിവാക്കാൻ യാത്രകൾക്ക് മുമ്പ് റൂട്ടുകൾ പരിശോധിച്ച് കൂടുതൽ സമയം എടുക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. UK ഇൻഫ്ലേഷൻ 3.2% കുറഞ്ഞു. പലിശ നിരക്ക് കുറച്ചേക്കും. ബ്രിട്ടനിൽ നവംബറിലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ കുറഞ്ഞ് 3.2%. കഴിഞ്ഞ 8 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഇത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുൻ മാസങ്ങളിൽ 3.6% ആയിരുന്ന പണപ്പെരുപ്പം നവംബറിൽ 3.5% കുറയുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. ഭക്ഷണപദാർത്ഥങ്ങളുടെ വിലവർദ്ധനവ് കുറഞ്ഞതും ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുകളും പണപ്പെരുപ്പം കുറയാൻ പ്രധാന കാരണമായി. കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ബ്രേക്ക്ഫാസ്റ്റ് ധാന്യങ്ങൾ തുടങ്ങിയവയുടെ വിലയിൽ വന്ന കുറവ് പ്രധാന പങ്കുവഹിച്ചു. പുകയില ഉൽപ്പന്നങ്ങളുടെ വിലയിലും നേരിയ കുറവുണ്ടായി. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടുത്ത വ്യാഴാഴ്ച പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൗണ്ടിന്റെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് 0.7% കുറഞ്ഞു. ക്രിസ്മസ് സീസണിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാൻ പോലീസ് പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സംരക്ഷണം നൽകുന്നതിനായി ബ്രിട്ടീഷ് പോലീസ് പ്രത്യേക ഓപ്പറേഷനുകൾക്ക് തുടക്കമിട്ടു. പതിവായുള്ള പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തുകയും ചെയ്യുന്നതിന് കെന്റ് പോലീസ് പ്രോജക്റ്റ് വിജിലന്റ് എന്ന പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച റോച്ചസ്റ്ററിൽ ഒരാൾ 3 സ്ത്രീകളെ ഇടവഴിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇതിന് ഉദാഹരണമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 19 വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കാലയളവിൽ കാൻറ്റർബറി, മെഡ്വേ, മെയ്ഡ്സ്റ്റോൺ എന്നിവിടങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. സംശയകരമായ പെരുമാറ്റങ്ങൾ കണ്ടെത്താനും പ്രത്യേകിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ലഹരി മരുന്ന് കണ്ടെത്താൻ കഴിവുള്ള 2 നായ്ക്കളെയും ഈ ഓപ്പറേഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനും ആക്രമണ സ്വഭാവം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സൂപ്രണ്ട് നിക് സ്പാർക്സ് അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.